ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് എൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. ഞാൻ രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലാണ്. കുഞ്ഞുങ്ങളുള്ള വീട്ടിലുള്ള എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. കുഞ്ഞുവാവയൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് ഉറങ്ങുന്ന ടൈം മാത്രമേ നമുക്ക് എന്തെങ്കിലും ജോലി നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുവാവയെ നോക്കാം, അവരുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അവരെ നമുക്ക് ഒറ്റയ്ക്കിരുത്തി പോകാനും പറ്റത്തില്ല. ഒറ്റയ്ക്കിരുത്താനുള്ള പ്രായമായില്ലല്ലോ. നമ്മളുടെ ഒരു ആശ്രയവും കരുതലും സ്നേഹവും ഒക്കെ വേണ്ടുന്നൊരു സമയമല്ലേ കുഞ്ഞുവാവയ്ക്കൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മൾ ഉറങ്ങിക്കിടന്ന ടൈം നോക്കി ഞാൻ കിച്ചണിൽ വന്ന് അവർക്കൊരു പാല് കാച്ചി കൊടുക്കണം. എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് നല്ല ഫ്രഷ് പാല് കിട്ടുമായിരുന്നു. എൻ്റെ വീട്ടിൽ പശുവൊക്കെ ഉണ്ട്, അപ്പം പാലിന് നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇതിപ്പം കുഞ്ഞിപ്പെണ്ണിന് കവർ പാല് വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നേക്കുക. അപ്പം ഇവിടെ ഇപ്പം പാലങ്ങനെ കിട്ടാൻ ഞാൻ നോക്കിയിട്ടൊന്നും നല്ല പാല്, ഫ്രഷ് പാല് കിട്ടുന്നിടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫാമിലി പാലാണ് കേട്ടോ വാങ്ങിയേക്കുന്നത്. അപ്പോൾ പാല് കാച്ചാനായിട്ട് ഞാൻ എടുക്കുവാണ്. ഇനി പാല് കാച്ചി വേണം, അവൾ ഉണരുമ്പോൾ ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ പാല് കാച്ചി വെക്കുന്നത്. അപ്പോൾ പാലെടുത്ത് വെച്ച് എനിക്ക് പിന്നെ ഇത് അവൾ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ അവൾക്ക് വിശപ്പായിരിക്കും. അപ്പോൾ അവൾക്ക് നമ്മൾ കഴിക്കാനൊക്കെ കുടിക്കാനൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയാണ് ആദ്യം ഞാൻ ചെയ്യുന്നത്. അവളുടെ കാര്യങ്ങളാണ് ആദ്യം ഞാൻ ചെയ്യാറ്. അപ്പം ഒരടുപ്പിൽ ഞാൻ അരി ഇട്ടിട്ടുണ്ട്, മറ്റേ അടുപ്പിൽ ഞാൻ കുഞ്ഞിപ്പെണ്ണിനുള്ള പാല് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പാല് തിളയ്ക്കുന്നത് നോക്കി ഞാനിങ്ങനെ നിൽക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. അവൾ ഉണർന്നോ ഇല്ലയോ, ഏതോ കരയുന്നുണ്ടോ, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് കുഞ്ഞിനെ നോക്കണം, ജോലി നോക്കണം. സത്യത്തിൽ ഭയങ്കര പാടാണ് ഒറ്റയ്ക്കാവുമ്പോൾ. അതല്ല വേറെ ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി അവൾക്ക് വേണ്ടുന്ന പഴം നോക്കിയപ്പം പഴം പുഴുങ്ങാൻ വേണ്ടിയാണ് നോക്കിയത്. പക്ഷെ നല്ല പഴുത്തിട്ടില്ല. പിന്നെ ഞാൻ നല്ല പഴുത്തൊരു പഴം എടുത്തിട്ടുണ്ട്, അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ പഴം നമുക്കൊന്ന് വാഷ് ചെയ്യാം. നല്ല രീതിയിൽ അതൊന്ന് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തിട്ട് നമുക്കിത് പുഴുങ്ങാനായിട്ട് വെക്കാം. അതിപ്പോൾ ഞാൻ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് പോയതിന് ശേഷം ഞാനിത് പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നോക്കിയത്, നമ്മുടെ അരിയുടെ തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ വെള്ളം കുറവാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ കലത്തിലോട്ട് ഒഴിക്കണം. അങ്ങനെ ഞാൻ വെള്ളം കലത്തിലേക്ക് ഒഴിച്ച് അതെല്ലാം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിപ്പെണ്ണെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. പിന്നെ അവളെ നോക്കി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് പാലെല്ലാം കാച്ചിട്ടുണ്ട്. പാലൊക്കെ എടുത്ത് മാറ്റി അത് കഴിഞ്ഞിട്ട് അതിനകത്ത് അവൾക്ക് ഏത്തയ്ക്ക പുഴുങ്ങാനായിട്ട് പുട്ടുകുറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് പുട്ടുകുറ്റിയുടെ അതിനകത്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക വെച്ചേക്കുമല്ലോ നമ്മൾ. അപ്പോൾ അത് ഞാൻ അടുപ്പത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് ഇതായി വരണം. പക്ഷേ ഞാനത് ഫസ്റ്റ് ടൈം ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മണ്ടത്തരം പറ്റിയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പഴുക്കാത്തതുകൊണ്ട് കുറേ നേരം ഞാനിത് വേഗത്തെ വെച്ച് നല്ല രീതിയിൽ വേകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡൊക്കെ തൊലിയൊക്കെ ഇങ്ങനെ പൊട്ടിക്കയറി വരും. അപ്പോൾ നമുക്കറിയാം ഒരുപാട് നേരം നോക്കിയിട്ട് റെഡിയാവുന്നില്ല. ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വീണ്ടും അപ്പോഴത്തേക്ക് വേണം ഉണർന്നു. പിന്നെ അവർക്ക് കഴിക്കാനും കുടിക്കാനും കൊടുക്കാനുള്ള സാധനം നമുക്ക് തരും. കുഞ്ഞിപ്പെണ്ണിൻ്റെ പാലും ബിസ്ക്കറ്റും പാലും തരട്ടെ അമ്മ? വേണോ ബിസ്ക്കറ്റും പാലും? വേണോ? കുഞ്ഞിപ്പെണ്ണേ, ബിസ്ക്കറ്റും പാലും വേണോ വാവച്ചിക്ക്? ബിസ്ക്കറ്റും പാലും വേണോ കുഞ്ഞുവാവയ്ക്ക്? അമ്മ തരാവേ. ഫോണിൽ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.